ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വാഹനവ്യൂഹത്തോടൊപ്പം ഒരു ഉൾഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന പക്ഷിക്കൂടുകൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ വാഹനം നിർത്തി പരിസരത്ത് കാലികൾ മേയ്ക്കുന്ന കൊച്ചുകുട്ടിയോട് അദ്ദേഹം ചോദിച്ചു, മോനെ, എനിക്ക് ആ പക്ഷിക്കൂടൊന്ന് എടുത്തു തരാമോ? ആ കുട്ടി സമ്മതിച്ചില്ല. അദ്ദേഹം ഒരുപാട് നിർബന്ധിച്ചു, പണം തരാമെന്ന് പറഞ്ഞു. എന്നിട്ടും ആ കുട്ടി കൂട്ടാക്കുകയോ അതെടുത്തു കൊടുക്കുവാൻ തയ്യാറാവുകയോ ചെയ്തില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥൻ അവനോട് പിന്നെ ചോദിച്ചു, എന്താ നീ അതെടുത്തു കൊടുക്കാത്തത്? അവൻ പറഞ്ഞു, ആ കൂടുകൾക്കുള്ളിൽ അമ്മക്കിളിയില്ല, അത് തീറ്റ തേടിപ്പോയിരിക്കുകയാണ്. അതിനുള്ളിൽ കുഞ്ഞുങ്ങളോ അതിൻ്റെ മുട്ടകളോ കണ്ടേക്കാം. ആ അമ്മക്കിളി തിരിച്ചു വരുമ്പോൾ, അവയെ കാണാതെ വരുമ്പോൾ കരഞ്ഞു നടക്കുന്നതും നിലവിളിക്കുന്നതും എനിക്ക് കേൾക്കാൻ കഴിയില്ല. അറിവിനേക്കാൾ അമൂല്യമാണ് അനുകമ്പയെന്ന് ആ മകൻ ലോകത്തോട് അറിയിക്കുകയായിരുന്നു. അറിവുള്ളവരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടേക്കാം, ആദരിച്ചേക്കാം. അലിവുള്ളവരാണ് ആളുകളുടെ ഹൃദയാന്തരാളത്തിൽ ഇരിപ്പിടം പിടിക്കുക. ആത്മബന്ധമുള്ളവരോട് നമുക്ക് കരുണ കാണും, കരുണയുണ്ടായേക്കാം. അതൊരു വൈകാരിക സംതൃപ്തിയുടെ അവസ്ഥയാണ്. എന്നാൽ കടപ്പാടിനോടുള്ള മറുപടിയുമായിരിക്കും. എന്നാൽ അപരിചിതരോട് പോലും ആർദ്രമായി പെരുമാറണമെങ്കിൽ നല്ല വിശാലമായ മനസ്സും സംശുദ്ധമായ മനസ്സും ഉണ്ടാകണം. ആർദ്രത മാനവകുലത്തിൻ്റെ ഏറ്റവും പ്രോജ്വലമായ വികാരമാണ്. സാമൂഹിക ജീവിയായ മനുഷ്യന് ആർദ്രത എന്ന മഹത്തായ വികാരത്തിൻ്റെ അഭാവത്തിൽ ഈ ലോകത്ത് ജീവിക്കാനാകില്ല എന്നതായിരിക്കും ശരി. കാരണം കരുണയും ദയയും ആർദ്രതയും സ്നേഹവും സഹകരണവും തുടങ്ങിയ അമൂല്യ വികാരങ്ങളാണ് പ്രശ്നസങ്കീർണമായ ഈ ഭൗതിക ലോകത്തിലെ മനുഷ്യജീവിതത്തിൻ്റെ സമാധാനപൂർണമായ ജീവിതത്തിന് ആധാരം.